അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. ശ്രദ്ധിക്കണേ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അവസാന കാലഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഈ രീതിയിലുള്ള തെറ്റുകുറ്റങ്ങൾ വല്ലാതെ അധികരിച്ചു പോകുമേ. എന്നാൽ ഇതെല്ലാം കടന്നു വരുന്നതിന് മുമ്പ് ഈ തെറ്റുകുറ്റങ്ങളെല്ലാം അധികരിച്ചുകൊണ്ട് അങ്ങനെ പോകുമ്പോഴാണ് ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു കടന്നു വരുന്നത്. ഹബീബനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി ബഹുമാനപ്പെട്ടതാകുന്ന ഇമാമിങ്ങൾ രേഖപ്പെടുത്തുകയാണ്. ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു അദ്ദേഹം രേഖപ്പെടുത്തുകയാണ്, ലി മഹ്ദിയത്തിന ആയതാൻ. ബഹുമാനപ്പെട്ട ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു വരുന്നതിന് മുമ്പ് രണ്ട് വലിയ ദൃഷ്ടാന്തങ്ങളുണ്ടത്രേ. ലം യകൂനാ മുൻദു ഖലഖല്ലാഹു സമാവാതി വൽ അർദ്. കരുനാഗപ്പള്ളിയിലുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, പഠിച്ചു വെക്കണേ. ആകാശഭൂമികളെ സൃഷ്ടിച്ചതിന് ശേഷം ഇന്ന് വരെ ആ രണ്ട് ദൃഷ്ടാന്തങ്ങൾ വന്നിട്ടില്ലത്രേ. ആ രണ്ട് ദൃഷ്ടാന്തം വരാൻ പോവാണ്. എപ്പോഴാണ് വരുന്നത് എന്ന് നിങ്ങൾ ഓരോരുത്തരും ചിന്തിച്ചോളൂ. സമയം പറയുന്നില്ല, നെറ്റിൽ നോക്കിക്കോ. ലം യകൂനാ മുൻദു ഖലഖല്ലാഹു സമാവാതി വൽ അർദ്. ആകാശഭൂമികളെ സൃഷ്ടിച്ചതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രണ്ട് ദൃഷ്ടാന്തങ്ങളെ ഇന്ന് വരെ വന്നിട്ടില്ല, ഇന്ന് വരെ വരുത്തിച്ചിട്ടില്ല. ഏതൊക്കെയാണ് ആ രണ്ട് ദൃഷ്ടാന്തങ്ങൾ? ഒന്നാമതായി അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, യൻകസിഫുൽ ഖമറു ഫി അവ്വലി ലൈലത്തിൻ മിൻ റമളാൻ. റമളാനിന്റെ ആദ്യത്തേതാകുന്ന രാത്രിയിൽ ചന്ദ്രഗ്രഹണമുണ്ടാകുമേ. ഒരു റമളാൻ കടന്നു വരും. ഇമാം മഹ്ദിക്ക് മുമ്പ് ഒരു റമളാൻ വരും. ആ റമളാനിന്റെ ആദ്യത്തേതാകുന്ന ദിവസത്തിൽ ചന്ദ്രഗ്രഹണമുണ്ടാകുമേ. വതൻകശിഫു ശംസു ഫിന്നസ്വി മിൻഹു. ആ റമളാനിന്റെ 15ന്റെ അന്ന് തന്നെ സൂര്യഗ്രഹണവും ഉണ്ടാകുമേ. ലം യകൂനാ മുൻദു ഖലഖല്ലാഹു അസ്സമാവാതി വൽ അർദ്. ആകാശഭൂമികളെ സൃഷ്ടിച്ചതിന് മുതൽക്ക് ഇന്ന് വരെ ഈ രണ്ട് ദൃഷ്ടാന്തം ഉണ്ടായിട്ടേ ഇല്ല. ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു വരുന്നതിന് മുമ്പ്, അതിന് തൊട്ട് മുമ്പുള്ള റമളാനിന്റെ ആദ്യത്തെ ദിവസം എന്തുണ്ടാവും? നജീർ, ചന്ദ്രഗ്രഹണം ഉണ്ടാവും. ആദ്യത്തെ റമളാൻ 15ന്റെ അന്ന് എന്തുണ്ടാകും? സൂര്യഗ്രഹണം ഉണ്ടാകും. അത് കഴിഞ്ഞാൽ ഉടനെ ആര് വരും? ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു വരും എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുക. സുബ്ഹാനല്ലാഹ്, അല്ലാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. ഉസ്താദ് ഇപ്പം ഈ റമളാനാണോ എന്ന് ചിന്തിക്കുന്നവരെ ഞാനത് പറയുന്നില്ല, നെറ്റിൽ നോക്കും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. കാരണം സൂര്യനും ചന്ദ്രനൊന്നും എൻ്റെ കയ്യിലില്ല, അതൊക്കെ അവിടെ ഇരിക്കുകയാണ്. അത് വരുന്ന സമയത്ത് നോക്കാം. നമ്മളിനി ഇത് പറഞ്ഞിട്ട് ഉസ്താദ് പറഞ്ഞത് അതേ ഇല്ല ഇതായില്ല എന്ന് പറയണ്ട. ഒരു റമളാനിൽ ഇതുണ്ടാവും. അത് ഏത് റമളാനാണെന്നുള്ളത് നിങ്ങൾ തപ്പിക്കോളൂ. ഇനി സമയം അറിയുമല്ലോ. എന്തായാലും അധികം പോകൂല. അല്ലാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. അത്ര ഞാൻ ക്ലൂ തരുന്ന അത്രേ ഉള്ളൂ. എന്തായാലും അധികം പോകൂല എന്ന് മാത്രമേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ. ലോകാവസാനത്തിൻ്റെ അടയാളങ്ങളെല്ലാം വെച്ചിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ഏകദേശമായി. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ എന്ന് പറഞ്ഞാൽ നാളെ ഉണ്ടാവുമോ അടുത്ത വർഷം ഉണ്ടാവുമോ മറ്റൊന്നും ഒന്നും ഞാൻ പറയുന്നില്ല. ദൃഷ്ടാന്തമാണ് ഈ പറഞ്ഞത്. ഇതെന്തായാലും നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ വേണ്ടി ഒരു അടയാളം പറഞ്ഞാൽ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചോ, നെറ്റിലൊക്കെ ഒന്ന് പരതി നോക്കിക്കോ. റമളാനിന്റെ ആദ്യത്തെ ദിവസം എന്തുണ്ടാകും? ചന്ദ്രഗ്രഹണം. അതേ റമളാനിന്റെ തന്നെ, പിറ്റത്തെ അല്ല, അതേ റമളാനിന്റെ 15-ന് തന്നെ എന്തുണ്ടാവും? സൂര്യഗ്രഹണം ഉണ്ടാവും. ഇത് കഴിഞ്ഞാൽ ആര് വരും? ഇമാം മഹ്ദി വരുമെന്നാണ്. ഇമാം മഹ്ദി വരുമെന്ന് പറഞ്ഞാൽ ഇമാം മഹ്ദി ജനിച്ചു വീഴല്ല. ഞാൻ മുമ്പ് പള്ളിയിൽ നമ്മൾ അത് ഓരോ ഘട്ടമായിട്ട് ആഴ്ചകളോളം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇമാം മഹ്ദിക്ക് എത്ര വയസ്സായിരിക്കുമെന്ന്? 40 വയസ്സായിരിക്കും. അപ്പൊ എന്ന് പറഞ്ഞാൽ ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു ജനിച്ചിട്ടുണ്ടാവുമെന്നർത്ഥം. നേരത്തെ ജനിച്ചിട്ടുണ്ട്. 40 വയസ്സായി അദ്ദേഹം ഇമാം മഹ്ദിയാണെന്ന് കാബയുടെ പരിസരത്ത് വെച്ച് പ്രഖ്യാപിക്കുന്ന സമയമാണ് ഇത്. ശരിക്കും ശ്രദ്ധിക്കണം. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കണം.
ഞാൻ ഈ അടുത്തൊരു സഹോദരൻ എന്നെ ഒരു പേപ്പർ കാണിച്ചു. അതിൽപ്പെട്ടതാണ് 2027 റമദാനിലാകും ഇത് ഇങ്ങനെ ഉണ്ടാകുന്നതെന്ന് പറയുന്നുണ്ട്. സാധാ ഇത് ശരിയാണോ എന്നോട് ശ്രദ്ധിക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാനിത് പരതുമ്പോൾ നോക്കുമ്പോൾ 2029 27 അതെനിക്കറിയില്ല. എന്തായാലും സംഭവം അങ്ങനെ ഉണ്ടാവുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അത് സഹീഹാണ്, ആർക്കും തള്ളാൻ പറ്റൂല. അള്ളാഹു മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. എന്തായാലും അത് അന്വേഷിക്കുക. അത് അന്വേഷണത്തിന് നിങ്ങൾക്ക് തന്നിരിക്കുകയാണ് കരുനാഗപ്പള്ളിക്കാർ. നിങ്ങൾ ഇന്ന് തന്നെ എന്ത് ചെയ്യോ, നെറ്റിൽ പരതിക്കും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആരെങ്കിലും ശാസ്ത്രജ്ഞന്മാരെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ വിളിച്ചു ചോദിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ ഒരുങ്ങി റെഡിയാകാം. ഇപ്പോഴേ ഏകദേശം തീരുമാനമായിട്ടുണ്ടെന്ന് അർത്ഥം. ഇമാം മഹ്ദി വന്നാൽ പിന്നെ തൊട്ടുപുറകെ ആര് വരും? ദജ്ജാൽ വരും, യജൂജ് മജൂജ് വരും, ഈസാ നബി ഇറങ്ങും. അങ്ങനെയാണെങ്കിൽ മരിക്കുന്നതിന് മുമ്പ് ഏകദേശം തീരുമാനമാവും. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ അല്ലാ, നീ തൗഫീഖ് നൽകണേ അല്ലാ. ഞാൻ സമയമൊന്നും പറയുന്നില്ല കേട്ടാ. അടുത്ത കൊല്ലമൊന്നും പിന്നത്തെ കൊല്ലമൊന്നും പറഞ്ഞിട്ടില്ല. എന്നെ ഒരാൾ കാണിച്ചത് പറഞ്ഞതേ ഉള്ളൂ. ഏതാണ് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. റമദാൻ ഒരു റമദാനിൽ ഇതുണ്ടാവും. അതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ ഇനി എത്ര നാൾ നമുക്ക് ആയുസ്സുണ്ടാവും ചിന്തിക്കുന്ന സഹോദരൻ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതാണ്. അവസാന കാലഘട്ടത്തിലേക്ക് എത്തുമ്പോൾ എല്ലാ തിന്മകളും ജനങ്ങൾ കടന്നു വരും. ആ തിന്മകൾ മുഴുവനും അടിയുറച്ചതാകുന്ന ജീവിതം നയിക്കും. ആ സമയത്ത് നമുക്ക് വേണ്ടത് തഖ്വയാണ്. അല്ലാഹുവിൽ പരിപൂർണമായി പരമേൽപ്പിച്ചുകൊണ്ടുള്ള ജീവിതമാണ്. ഹൃദയത്തെ സംശുദ്ധി വരുത്തണം. ഒരാളോട് പോലും മോശമാകുന്ന ചിന്തയില്ല, ഒരാളോടും വെറുപ്പില്ല, വിദ്വേഷമില്ല, വൈര്യമില്ല. സ്വന്തം മക്കളോടില്ല, സമൂഹത്തോടില്ല, സമുദായത്തോടില്ല, ഇതര സമുദായത്തോടില്ല, ഒരാൾ പോലോടും വെറുപ്പില്ലാത്ത നല്ല ജീവിതം നമുക്ക് കാഴ്ചവെക്കണം. അതിലെല്ലാം ഉപരി 5 വഖ്ത് നമസ്കാര ചിട്ട വെക്കണം. ഒരൊറ്റ ജമാഅത്ത് പോലും മുടക്കല്ല പുരുഷന്മാര്, ഒരൊറ്റ ജുമ പോലും മുടക്കല്ലേ സഹോദരിമാരെ. ബാങ്ക് വിളിക്കുമ്പോൾ അവ്വല് വഖത്തിൽ തന്നെ നമസ്കരിക്കുന്ന ശീലമുണ്ടാവണേ, യാസീൻ ഓതുന്ന ശീലമുണ്ടാവണേ, സൂറത്തുൽ വാഖി ഓതുന്ന ശീലമുണ്ടാകണേ, സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യണേ, സൂറത്തു സജദ പാരായണം ചെയ്യണേ, ഖുർആൻ ഖത്മുകൾ തീർത്തു തുടങ്ങണേ. റമദാൻ വന്നിട്ട് ഓതാമെന്ന് പരിശ്രമിക്കല്ലേ. റമദാൻ വരുന്നതിന് മുമ്പ് അതിൻ്റെ വിളിയാളമൂത്തുമായി കടന്നു വന്ന വിശുദ്ധമായ റജബിനെ സ്വാഗതം ചെയ്തുകൊണ്ട് ഖുർആൻ ഖത്മുകൾ തുടങ്ങി വെക്കണേ. മരണപ്പെട്ടുപോയ മാതാപിതാക്കളുടെ ഖബറിടം പ്രിയപ്പെട്ട പുരുഷന്മാരെ ജുമുഅ ദിനത്തിൽ പോയി സന്ദർശിക്കണേ. അവർക്ക് വേണ്ടി സദഖ ചെയ്യുകയും അവർക്ക് വേണ്ടി ദാനധർമ്മങ്ങൾ നടത്തിക്കൊണ്ട് വിശുദ്ധമാക്കപ്പെട്ട ദിനങ്ങളെ സുതാര്യമാക്കണേ. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു പറയുകയാണ്, വലൗ അന്ന അഹ്ലൽ ഖുർആൻ ആമനൂ വത്തഖൂ ലഫതഹ്നാ അലൈഹിം ബറകാതിൻ മിനസ് സമാഅ് ലഫതഹ്നാ അലൈഹിം ബറകാതിൻ മിനസ് സമാഇ വൽ അർദ്. ഈ ദുനിയാവിൽ പടച്ചറപ്പിനെ പേടിച്ചും ഭയപ്പെട്ടുകൊണ്ടും നല്ല ഇബാദത്തുകൾ കണിശത വെച്ചുകൊണ്ട് നിലകൊണ്ടാൽ, അല്ലാഹുവിൽ വിശ്വാസം അർപ്പിക്കുകയും തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ചുകൊണ്ട് മുന്നേറുകയും ചെയ്താൽ ലഫതഹ്നാ അലൈഹിം ബറകാതിൻ മിനസ് സമാഇ വൽ അർദ്. ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ബറക്കത്തിന്റെ വാതിലുകൾ തുറന്നു നൽകുന്നതാണ്. റജബ് എന്ന് പറയുന്ന പവിത്രമായ മാസത്തിൽ അല്ലാഹുവിനോട് റജബിലും ശഅബാനിലും ബറക്കത്തിന് ചോദിക്കുന്നവരെ, അതോടൊപ്പം ഹൃദയത്തെ ഒന്ന് ശുദ്ധീകരിക്കണേ. തെറ്റുകൾ മുഴുകാതെ പടച്ചറബിലേക്ക് തൗബ ചെയ്തുകൊണ്ട് മടങ്ങണേ. അല്ലാഹുവിലേക്ക് ഇസ്തിഗ്ഫാറുകൾ അധികരിപ്പിക്കേണ്ട മാസമാണ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ, ശഹറുൽ ഇസ്തിഗ്ഫാർ. പരിശുദ്ധമാക്കപ്പെട്ട ഇസ്തിഗ്ഫാറിന്റെ മാസം കൂടിയാണ്. അസ്തഗ്ഫിറുല്ലാഹൽ അദീം. അല്ലാഹുവേ, ഞാൻ ഒരുപാട് കണ്ണു കുടിച്ചവനാണ്, വിചരിച്ചവനാണ്. അശ്ലീലമായ തലത്തിലേക്ക് എൻ്റെ കണ്ണും കാതും കൊണ്ടുപോയതാണ്. എൻ്റെ കൈകൾ കൊണ്ട് ഒരുപാട് മോശമാകുന്ന പ്രവർത്തനങ്ങളിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. എൻ്റെ കാലുകൾ കൊണ്ട് സിനിമാ തിയേറ്ററിലേക്ക് ഞാൻ നടന്നുപോയവനാണ്. ഒരുപാട് കള്ള് ഷാപ്പുകളിലേക്ക് കയറി ചെന്നവനാ. മോശമാകുന്ന ചിന്തകൾ വെച്ച ഹൃദയമാണ്. അല്ലാ, എനിക്ക് പുറത്തു നൽകണേ നാഥാ എന്ന് പറഞ്ഞുകൊണ്ട് പടച്ചറപ്പിലേക്ക് റജബിന്റെ മാസത്തിൽ തൗബ ചെയ്തുകൊണ്ടെന്ന്
മടങ്ങിയാൽ ലഫതഹ്നാ അലൈഹിം ബറകാതിൻ മിനസ് സമാഇ വൽ അർദ്, ആകാശ ഭൂമികളിലുള്ള സർവ്വ ബറക്കത്തുകളും ഐശ്വര്യങ്ങളും നന്മകളും അല്ലാഹു നിനക്ക് നൽകുമേ. തീർന്നില്ല. ഖുർആൻ മറ്റൊരു സ്ഥലത്ത് സൂറത്തു തലാഖിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്, വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖറജാ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ് വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു ഇന്നല്ലാഹ ബാലിഗു അംരിഹി ഖദ് ജഅലല്ലാഹു ലികുല്ലി ശൈഇൻ ഖദറാ. പരിശുദ്ധമായ ഖുർആൻ സൂറത്തു ത്വലാഖിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്, ഈ ലോകത്തിന്റെ തമ്പുരാനായ ജഗന്നിയന്താവായ പരിപാലകനാകുന്ന പടച്ചറബിനെ ആരൊരുവനെ ഭയപ്പെട്ടുവോ അവനെ ഭയത്തോടുകൂടി കാണുകയും അവന് വേണ്ടി തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ചാൽ മോശപ്പെട്ട സിനിമകൾ കാണാനുള്ള അവസരങ്ങൾ ഇഷ്ടം പോലെയുണ്ട്. മനോഹരമായ വീടുകൾ അല്ലാഹു നൽകിയിരിക്കുകയാണ്. എത്ര സമയം സിനിമ കണ്ടാലും ചോദിക്കാൻ ആരുമില്ലാത്ത കാലഘട്ടമാണ്. എത്ര സമയം സീരിയൽ ദർശിച്ചാലും ചോദിക്കാൻ ആരുമില്ല. വാപ്പയും ഉമ്മയും കൂടിയ മൊബൈൽ ഫോൺ വാങ്ങിച്ചു തന്നിരിക്കുകയാണ്, പഠിക്കാൻ വാങ്ങിച്ചു തന്നതാണ്. പക്ഷേ സിനിമകൾ കാണുകയാണ്, മോശപ്പെട്ട തലത്തിലേക്ക് കൊണ്ടുപോയ. ഇതെല്ലാം കൊണ്ടുപോകാതിരുന്നാൽ അല്ലാഹു എനിക്ക് ബറക്കത്ത് ചൊരിയുമെന്നുള്ള ചിന്ത, അല്ലാഹു എനിക്ക് നരകീയ മോചനം നൽകുമെന്നുള്ള ചിന്ത, അല്ലാഹു എനിക്ക് ഖബറിലെ ശിക്ഷ എളുപ്പമാക്കി തരുമെന്നുള്ള ചിന്ത, അല്ലാഹു എനിക്ക് വിചാരണ എളുപ്പമാക്കി തരുമെന്നുള്ള ചിന്ത, മഹ്ശറയിൽ എനിക്ക് പ്രയാസം അനുഭവിക്കേണ്ടി വരികയില്ല എന്നുള്ള ചിന്ത മനസ്സിലേക്ക് കടന്നു വരട്ടെ. എന്നിട്ട് തെറ്റുകൾ പരിപൂർണമായി ഒഴിവായ ഒരു ജീവിതം വരട്ടെ. എന്റെ കണ്ണുകളെ ഞാൻ സൂക്ഷിക്കും, എന്റെ കാതുകളെ ഞാൻ സംരക്ഷിക്കും, എന്റെ ഹൃദയത്തെ ഞാൻ സംരക്ഷിക്കും, എന്റെ കൈകളെ ഞാൻ പിടിച്ചാൽ നിലകൊള്ളും, എന്റെ കാതുകളെ ഞാൻ വിചാരിച്ചാലല്ലാതെ മോശമാകുന്ന ഒരു തലത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റുകയില്ല. അതുകൊണ്ട് ഞാൻ എന്റെ കള്ളുകൂടി ഒഴിവാക്കുകയാണ്, ഞാൻ എന്റെ ലഹരി ഉപയോഗം ഒഴിവാക്കുകയാണ്. ഇനി ഒരു ബീച്ചിലേക്കും ഞാനില്ല, ഇനി ഒരു പാർക്കിലേക്കും ഞാനില്ല, ഇനി ഒരു മാളിലേക്കും ഞാൻ പോകുന്നില്ല. ഇനി മോശപ്പെട്ടതാകുന്ന തലത്തിലേക്ക് എന്റെ ജീവിതത്തെ ഞാൻ കൊണ്ടുപോകുന്നില്ല. കാരണം ലോകാവസാനത്തിന്റെ അടയാളങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതാകുന്ന എല്ലാ ചെറിയ അടയാളങ്ങളും വന്നു. ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹുവിനെ പ്രതീക്ഷിച്ച് നിലകൊള്ളുകയാണ്. ആ ഇമാം മഹ്ദി വരുന്നതിന് മുമ്പ് റമദാൻ മാസത്തിന്റെ ആദ്യത്തേതാകുന്ന സുദിനത്തിൽ തന്നെ ആ ഒറ്റ രാവിലെ തന്നെ ചന്ദ്രഗ്രഹണം ഉണ്ടാകുമത്രേ. അതേ റമദാനിന്റെ പകുതിയിൽ സൂര്യഗ്രഹണവും ഉണ്ടാകുമത്രേ. അടുത്തിടെ തന്നെ സംഭവിക്കാൻ പോകുന്ന പ്രതിഭാസമാണ്. അല്ലാഹുവേ, അതിനെക്കുറിച്ച് ഭയമുള്ളത് കൊണ്ട് തന്നെ ഇനി ലോകാവസാനത്തിലേക്കുള്ള വിളിയാളം ഇതാ കടന്നു വരുകയാണ്. അതുകൊണ്ട് അന്യരാകുന്ന വ്യക്തികളോട്, അത് സ്വന്തം സഹോദരനാകട്ടെ, സഹോദരിയാകട്ടെ, അയൽവാസിയാകട്ടെ, കൂട്ടുകാരിയാകട്ടെ, കൂട്ടുകാരനാകട്ടെ, ഇതര സമുദായത്തിൽപ്പെട്ടവരാകട്ടെ, ഒരാളോട് പോലും വെറുപ്പിന്റെ വിദ്വേഷത്തിന്റെ വിത്തുപാകാതെ എല്ലാവരോടും സ്നേഹസമസ്രമാകുന്ന പെരുമാറ്റത്തിലൂടെയുള്ള ജീവിതം നിനക്ക് ധന്യമാവട്ടെ. ഒരൊറ്റ ജുമയോ ജമാഅത്തോ മുടക്കരുത് സഹോദരങ്ങളെ. ബാങ്ക് വിളിക്കുമ്പോ തലയിൽ തട്ടമിട്ടുകൊണ്ട് ഒതുകൊടുത്തുകൊണ്ട് ആദ്യ വഖത്തിൽ തന്നെ വീടിന്റെ അകത്തലങ്ങൾ നമസ്കരിക്കുന്ന സഹോദരിമാരായി മാറണം. 70,000 ദിക്ർ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ചുരുങ്ങിയത് നമ്മളെ ചൊല്ലിത്തീർക്കണം. 1,00,000 സൂറത്തുൽ ഇഖ്ലാസ് നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമാ. കാരണം ഏത് സെക്കൻഡിലും മരണം വരാ, എപ്പോൾ വേണമെങ്കിലും മരണം നമുക്ക് കടന്നു വരാം. പ്രസവേദന വന്നതാകുന്ന കണ്ണൂർ ജില്ലയിലുള്ള പാവപ്പെട്ട സഹോദരി ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല, മരണം പ്രതീക്ഷിച്ചതല്ല. തന്റെ ഭർത്താവ് പ്രതീക്ഷയോട് പറയുകയാണ്, പ്രതീക്ഷയെ വണ്ടിയെടുക്ക്, നമുക്ക് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് പോകണേ. വേഗം തന്നെ വാഹനം എടുത്തുകൊണ്ട് പോകുമ്പോ അതാ തന്റെ പ്രിയപ്പെട്ടതാകുന്ന ഭാര്യയുടെ മാതാപിതാക്കളും വാഹനത്തിൽ കയറുകയാണ്, മൂത്ത മകളും വാഹനത്തിൽ കയറുകയാണ്. പോകുന്ന വഴിയിൽ അച്ഛൻ തന്നെ പുറകിലിരുന്ന് പറയുന്നുണ്ട്, എന്തോ മണം വല്ലാതെ കടന്നു വരുന്നുണ്ട്.
പ്രതീക്ഷയെ. പക്ഷേ തന്റെ പ്രിയപ്പെട്ട ഭാര്യ തൊട്ടടുത്തിരിക്കുന്ന ഫ്രണ്ട് സീറ്റിൽ തന്നോടൊപ്പം ഇരിക്കുന്ന പൊന്ന ഭാര്യ അവൾ പ്രസവവേദന കൊണ്ട് നിലവിളിക്കുന്നത് കേട്ടപ്പോ ഭർത്താവാകുന്ന മനുഷ്യൻ ചിന്തിച്ചില്ല, ഇത് മരണത്തിലേക്കുള്ള ദൂരമാണ്, മരണത്തിലേക്കുള്ള അടുപ്പമാണെന്ന് ചിന്തിച്ചില്ല. വേഗം തന്നെ വേഗം പോവുകയാണ്. അതാ ഹോസ്പിറ്റലിലേക്ക് എത്താൻ ഒരു 100 മീറ്റർ എത്തുമ്പോ ഖാബിദുൽ അർവാഹ് മലക്കൽ അലൈഹിസ്സലാം കടന്നു വന്നുകൊണ്ട് ശരീരത്തിൽ ആത്മാവിനെ പിടിച്ചില്ലേ, അവരെ കരിച്ചു കളഞ്ഞില്ലേ. സഹോദരങ്ങളെ, അച്ഛനും അമ്മയും മൂത്ത മകളും ഇളയമടക്കമുള്ളവർ നോക്കി നിൽക്കേ, അവർ ഒച്ചപ്പാടിടൽകെ ആ പാവപ്പെട്ട ഗർഭിണിയാകുന്ന സഹോദരിയും അവരുടെ ഭർത്താവും ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയില്ലേ. എത്ര വലിയ ദുരന്തമാ. ഈ രീതിയിൽ തന്നെ എത്ര ആളുകളാണ് ഈ കഴിഞ്ഞ 2 മാസങ്ങളിൽ മരണപ്പെട്ടു പോയിട്ടുള്ളത്. കേരളത്തെ നടുക്കിയതാകുന്ന ഇത്തരത്തിലുള്ള വാർത്തകൾ അല്ലാഹുവേ പടച്ച റബ്ബേ, ആ കുടുംബത്തിലെ സർവർക്കും നീ ക്ഷമ കൊടുക്കണേ അല്ലാ. ഇത്തരത്തിലുള്ള വിപത്തുകളിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണേ അല്ലാ. അതുകൊണ്ട് ഏത് സമയത്തും എവിടെ വെച്ചും അസ്റായീൽ അലൈഹിസ്സലാം കടന്നു വരാ. ഒരു കുഞ്ഞിനെ ജന്മം നൽകിയാൽ അമ്മ തീരുമാനിച്ചാൽ ആ കുഞ്ഞിനെയും വേണ്ട തള്ളയും വേണ്ട എന്ന് പടച്ച റബ്ബിന്റെ തീരുമാനമാണ് വലുത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തീരുമാനം അലംഘനീയമായ തീരുമാനമാണ്. ആർക്കും അത് ലംഘിക്കാൻ പറ്റുകയില്ല. ഏത് സമയത്തും കടന്നു വരാം. അതുകൊണ്ട് അഹന്ത വെക്കാതെ, അഹങ്കരിക്കാതെ, ഒരാളോടും വിദ്വേഷം വെക്കാതെ, ഒരു മനുഷ്യനോടും വെറുപ്പ് വെക്കാതെ പരസ്പരം സ്നേഹിക്കാൻ നമുക്ക് കഴിയണം. കാരണം അടുത്ത സെക്കൻഡിൽ മരണം വരാം. മരിക്കുന്ന സമയത്ത് 10 പേര് പറയണം ഈ മനുഷ്യൻ നല്ലവനാണ്, കരുനാഗപ്പള്ളിയിലെ താച്ചിയിൽ ജംഗ്ഷനുള്ള സഹോദരനാണ്, ഇദ്ദേഹത്തെ എനിക്കറിയാം, ഇദ്ദേഹം ജീവിതത്തിൽ സുഹൃതങ്ങൾ അനുഷ്ഠിച്ച വ്യക്തിയാണ്, നമസ്കാരങ്ങൾ ചിട്ടവെച്ച വ്യക്തിയാണ്, നോമ്പുകൾ നോറ്റ് വീട്ട വ്യക്തിയാണ്, സകാത്തുകൾ കൊടുത്തു വീട്ടിയ വ്യക്തിയാണ്, ഒരുപാട് നന്മയാർന്ന ജീവിതം നയിച്ച മനുഷ്യനാ. അദ്ദേഹം സാലിഹാണ്, സാലിഹാണ്, സാലിഹാണ്. 10 പേര് നമ്മളെ കുറിച്ച് നന്മ പറഞ്ഞാൽ പെങ്ങളെ, സഹോദര സഹോദരി, തീർച്ചയായും നമ്മൾ സ്വർഗത്തിലാണെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് നമുക്ക് വേണ്ടത്. ഒരുപാട് കാലം ജീവിക്കുക എന്നുള്ളതല്ല, ജീവിക്കുന്ന കാലം അത്രയും നന്മ ചെയ്യാൻ സഹോദരങ്ങളെ. ഒരാളെയും നോവിക്കാൻ പാടില്ല, ഒരു എറുമ്പിനെ പോലും നോവിക്കാൻ പാടില്ല. അതല്ലേ എറുമ്പിൻ കൂടുകളെ പോലും തീയിട്ട് കരിക്കരുതെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനെപ്പോലും നോവിക്കാൻ പാടില്ല. നടന്ന് നീങ്ങവേ വഴിയരികിൽ നിന്ന് ഇല ഇങ്ങനെ പറിച്ചെടുത്തിട്ട് കയ്യിലിട്ട് വെറുതെ ഞെരടി, കയ്യിലിട്ട് ഇങ്ങനെ കശക്കി കളഞ്ഞു ഒരു സഹാബി. എന്ന് പറഞ്ഞ് ചെയ്യരുത്. പ്രകൃതിയോട് കാണിക്കുന്ന ദുരന്തമാണ് ഹബീബ് മുഹമ്മദ് മുസ്തഫ എന്ന് പറഞ്ഞാൽ ഒരു നിലയ്ക്കും മുസ്ലിമിന്റെ ഭാഗത്ത് നിന്ന് ഒരു നിലയ്ക്കുമുള്ള മോശമാകുന്ന പ്രവണത ഉണ്ടാകാൻ പാടില്ല. അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദി. അതാണ് മുസ്ലിം. യഥാർത്ഥ സത്യവിശ്വാസി അങ്ങനെയാണ്. അവന്റെ ശരീരം കൊണ്ടും അവന്റെ ഹൃദയം കൊണ്ടും അവന്റെ പ്രവർത്തനം മൂലവും മറ്റൊരാൾ വേദനിപ്പിക്കുകയേ ഇല്ല. അല്ലാഹുവേ ഞങ്ങളെ നീ കാക്കണേ അല്ലാ. ഈ രീതിയിൽ സ്വന്തം ഭർത്താവിനെ പോലും പറ്റിക്കുന്നതായ സഹോദരിമാർ ഇന്ന് ഈ സമൂഹത്തിൽ കൂടി വരികയല്ലയോ. ഭാര്യയുടെ സൗന്ദര്യം ചുക്കിച്ചുളഞ്ഞ് നിലകൊള്ളുമ്പോ 4-5 പ്രസവിച്ചതാകുന്ന പ്രിയപ്പെട്ടതാകുന്ന സ്വന്തം ഭാര്യയെ അകറ്റിക്കൊണ്ട് മറ്റുള്ളതാകുന്ന പരസ്ത്രീകളുമായി ബന്ധം പുലർത്താൻ ഇത്തരത്തിലുള്ളതാകുന്ന യോഗങ്ങൾ കൂടി വരികയല്ലയോ. അതെല്ലാം ആ രീതിയിലേക്ക് മാറ്റപ്പെട്ടു പോയില്ലയോ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇന്നൽ അബ്ദ ലയുഹരിമു റിസ്ഖ ബിദംബില്ലദീ യുസീബുഹു. ഒരു അടിമയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ബറക്കത്ത് തടയപ്പെടുന്നത്, അവന്റെ വിഭവങ്ങൾ ഇല്ലാതാക്കപ്പെടുന്നത്, അവന്റെ സമ്പത്ത് കുറവ് വരുത്തുന്നത്, അവനുള്ള സന്താനങ്ങളിൽ കുറവ് വരുന്നത്, അവനുള്ളാകുന്ന ഭാര്യയുടെ ഭർത്താവ് മൊത്തമുള്ള ജീവിതത്തിൽ സന്തോഷം കിട്ടാതായി പോകുന്നത് നിന്റെ ജീവിതത്തിലുള്ള ഇത്തരത്തിലുള്ള തെറ്റുകളാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. നീ ചെറുതായിട്ടായിരിക്കും കാണുന്നത്, പക്ഷേ ഒരു പെണ്ണ് നിൽക്കേണ്ടിടത്ത് നിൽക്കണേ, ഒരു പുരുഷൻ നിൽക്കേണ്ടിടത്ത് നിൽക്കണേ. അന്യരാകുന്ന സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള ഇത്തരത്തിലുള്ള
രൂപത്തിലുള്ള സങ്കലനങ്ങൾ വിശുദ്ധമായ ഇസ്ലാം എതിർക്കുകയാണ്. ആര് എന്ത് പറഞ്ഞാലും വിശുദ്ധ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടാണ്. ഏത് കോലത്തിലേക്കും ഏത് കാലഘട്ടത്തിലേക്ക് പോയെന്ന് പറഞ്ഞാലും 1400 വർഷം മുമ്പ് അള്ളാഹുവിന്റെ റസൂൽ കൊണ്ടുവന്നതായ ആ ഖുർആനിനോ ആ പ്രവാചകന്റെ തിരുവചനങ്ങൾക്കോ ഒരു മാറ്റത്തിരുത്തലുകളും ഇല്ലേ ഇല്ല. അന്ന് പറഞ്ഞതും ഇന്ന് പറഞ്ഞതും ആശയമാണ്, ആദർശമാണ്. അത് സമൂഹത്തിന്റെ സമുദ്ധാരണത്തിന് വേണ്ടിയിട്ടുള്ളതാണ്, ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ വാക്യമാണ്. ഒരടിമയ്ക്ക് ആഹാരം കുറവ് വരാൻ, സമ്പത്ത് കുറവ് വരാനുള്ള കാരണം അവൻ ചെയ്യുന്ന തെറ്റാണ് അതിന്റെ ഇതിവൃത്തമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇതൊരു വ്യഭിചാരമല്ലേ? അന്യപുരുഷനുമായിട്ടുള്ളതാകുന്ന സങ്കലനം. ഭർത്താവ് ഒന്നിച്ച് മനോഹരമായ ജീവിതം നയിച്ചു, വീണ്ടും പഴയ കോലത്തിലേക്ക് റീയൂണിയൻ നടത്തിയിട്ട് പോകുന്നത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, ഒരു മുസ്ലിമത്തിനെ സംബന്ധിച്ചിടത്തോളം അത് മോശമാണ്. മുസ്ലിമിന്റെ കാര്യം ഇവിടെ ചർച്ച കേട്ടോ, അല്ലാത്തൊരു ചർച്ചയില്ല. അത് തെറ്റാണ്, പാതകമാണ്. ആ ഒരൊറ്റ തെറ്റിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് റിസ്ക് തടയപ്പെടും. ചില ആളുകൾ നല്ല സമ്പന്നതയിലാണ്, പക്ഷെ പെട്ടെന്ന് തന്നെ അവരുടെ സമ്പത്ത് മുഴുവൻ ചോർന്നു പോകാറുണ്ട്. എന്താ കാരണം എന്നറിയാം? വ്യഭിചാരം. അല്ലാഹു നമ്മളെ കാക്കട്ടെ. വളരെ വലിയ വിഷയമാണ് വ്യഭിചാരം എന്ന് പറഞ്ഞാൽ. ഭർത്താവ് ഗൾഫിൽ അല്ലെങ്കിൽ ഭർത്താവ് നാട്ടിൽ തന്നെയുണ്ട്, ഭാര്യ ഭർത്താവ് അറിയാതെ മറ്റുള്ളവരെ വീട്ടിനുള്ളിൽ വിളിച്ച് കയറ്റുന്നു. ചിലപ്പോൾ കണ്ടിട്ടില്ല, ചില ടൗണിലൊക്കെ അങ്ങാടിയിലൊക്കെ ചില ബൈക്ക് ഒറ്റപ്പെട്ടിരിപ്പുണ്ട്. കാരണം എന്താ? മതിൽ ചാടി പോയേക്കും അതിൻ്റെ ഉടമസ്ഥൻ. രാത്രി 2 മണിക്ക് കൊണ്ട് വെക്കും, സുബൈക്ക് മുമ്പ് ബൈക്ക് ഒന്ന് തിരിച്ചെടുക്കും. അങ്ങനെയുണ്ട്, ദിക്റെല്ലാം പോകില്ല. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ചില സ്ഥലങ്ങളിലുണ്ട്. ഞാനിങ്ങനെ കാസർഗോഡ് മുതൽ ഇങ്ങനെ സഞ്ചരിക്കുന്നതല്ലേ, അതുകൊണ്ട് ഇതെല്ലാം നിങ്ങൾ കാണുന്നതാണ്. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ചില ഗ്രാമങ്ങളിലൊക്കെ കാണാം. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. വൈകിട്ടാകുമ്പോൾ ചില മതിൽ ചാട്ടക്കാർ, പകല് ഭാര്യ ആ കിടക്കുന്ന പത്രം ഇങ്ങോട്ട് എടുക്കുമെന്ന് പറഞ്ഞാൽ പോലും എടുക്കാൻ പറ്റാത്ത ടീമാണ്. കുനിയാൻ മേലെ എനിക്ക് കലസ്ട്രോളാന്ന് പറയുന്ന ടീം വൈകിട്ട് നോക്കുമ്പോൾ 2 മണിക്ക് ഹൈ ജമ്പ്, മതിൽ ചാട്ടം. അതാ പരിപാടി. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ഇങ്ങനെയുള്ള ആളുകളുണ്ട്, ഇഷ്ടം പോലെയുണ്ട് സമൂഹത്തിൽ. ഒക്കെ പകൽമാന്യന്മാരായിട്ട് നടക്കുക, വലിയ ആളായിട്ട് നടക്കുക സമൂഹത്തിൽ. ഓരോർക്കൊന്നും ഇതൊന്നും ആർക്കും അറിയില്ല എന്നാണ്. രഹസ്യമായി നടത്തുന്ന പരിപാടികൾ, ഇതൊക്കെ പരസ്യമാകുന്ന ഒരു കാലഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചിന്തിച്ചോ, നാളെ മഹ്ശറയിൽ ഇതെല്ലാം വലിയ സ്ക്രീനിൽ പ്രദർശിപ്പിക്കും. ഈ ചാടുന്ന ചാട്ടം ഇന്ന് നിങ്ങൾ ഈ പറയുന്ന വാളൊക്കെ നിസാരവൽക്കരിക്കും. നാളെ ഈ പറയപ്പെടുന്നതാകുന്ന ഓരോന്നും നാളെ സ്ക്രീനിൽ കാണിക്കപ്പെടും, കൺമുന്നിൽ കാണാൻ പോവാൻ. ആചാര്യ രാത്രി പോകുന്നത് 4 ഉംറ ചെയ്ത ആചാര്യാണ്. കാബയുടെ കില്ല പിടിച്ച കൈയാണ്. ആ കൈയുമായിട്ട് വേറെ എങ്ങോട്ടോ പോവാൻ. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. പാതിരാത്രി സമയം ഓട്ടമാണ് ആചാര്യ, തിരക്ക്. നബി തങ്ങൾ പറഞ്ഞു, ദാരിദ്ര്യം എത്തിക്കും. ഇന്നൽ അബ്ദ ലയുഹരിമു റിസ്ഖ ബിദംബിൽ ലദി യുസീബുഹു. മുത്തുനബിയുടെ അധ്യായമാണ്. ശരിയല്ലേ? നിങ്ങൾ ചിന്തിച്ചു നോക്കി, വ്യഭിചരിച്ചതാകുന്ന ആളുകളുടെ കുടുംബങ്ങളിലൊക്കെ ദാരിദ്ര്യമുണ്ടാകും, ഉറപ്പാണ്. യൂരിസുൽ ഫഖറ, ദാരിദ്ര്യമാണ് അവർ അനന്തരമെടുക്കുക. ഹബീബ് മുഹമ്മദ് മുസ്തഫ. കഴിക്കാൻ അന്നം ഉണ്ടാവൂല, അന്നത്തിന് വേണ്ടിയാണ് ഈ പോകുന്നത്. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്കി റെഡ് സീറ്റിലും മറ്റുമൊക്കെ പണിയെടുക്കുന്നവർ, അവർക്ക് ആ പണി തന്നെയാണ്. ഖിയാമത്ത് നാൾ വരെ അത് വിട്ട് വേറൊരു പണിക്ക് പോയിട്ടില്ല. ഈ അടുത്തിടെ ഒരു സഹോദരൻ ഒരു വീഡിയോ കാണിക്കുകയുണ്ടായി. 2000 രൂപയ്ക്കൊക്കെ സ്വന്തം ശരീരം വിറ്റ് തിന്നുന്ന ആളുകൾ ഈ കൊച്ചു കേരളത്തിലുണ്ട്. നിങ്ങൾ വൈകിട്ട് കരുനാപ്പള്ളി ടൗണിലോട്ട് പോവാ, ഹൊൻസകളെ കാണാം, നല്ല റാഹത്തായിട്ട് രാത്രി നിൽക്കുകയാണ്. വന്ന് അതിലേക്കൂടെ പോകണമെങ്കിൽ അജയരെ 2000 രൂപ ഉണ്ടെങ്കിൽ കറങ്ങാം, നമുക്ക് പോകാമെന്ന് പറയും. അല്ലാഹു നമ്മളെ കാക്കട്ടെ. 2000 രൂപയ്ക്ക് സ്വന്തം ശരീരം വിൽക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ. മുമ്പ് 20,000-നും 1,00,000-നും ഒക്കെ വിറ്റുകൊണ്ടിരുന്ന ശരീരങ്ങളാണ് മുമ്പ് അങ്ങനെയാണ് കേട്ടിരുന്നത്. അത് മാറിയിട്ട് ഇപ്പം എത്രയാ വില? എത്രയാ? 2000 രൂപയ്ക്ക് ഫുൾ നൈറ്റ്, രാത്രി മുഴുവൻ ഹയാത്താക്കാം. പോരാനാ പറയുന്നത്. അവരെ കൊണ്ടുപോകാനും ആളുണ്ട്. സുബൈക്ക് മുമ്പ് ഇവരുടെ കാര്യങ്ങൾ നിറപടിയാക്കാൻ ടീംസും ഉണ്ട്. അതാ രസം. കറക്റ്റ് സമയമാകുമ്പോൾ 2 മണിയൊക്കെ ആകുമ്പോൾ ഒരു കാറും എടുത്തുകൊണ്ട് അതിലേക്കൂടെ വരും, ഇല്ലേ ബൈക്ക് എടുത്തുകൊണ്ട് വന്നിട്ട് ബഗേറിക്കോ കുറേ ഇരുത്തിക്കൊണ്ട് കറങ്ങാൻ. അപ്പം അതിനല്ലേ ജനങ്ങൾക്ക് സമയം.
ജനങ്ങൾക്കിങ്ങനെ ആർമാദിക്കണം. ഒരു റജബും വേണ്ട, ശഅബാനും വേണ്ട, റമദാനും വേണ്ട, അടിച്ചു പൊളിക്കൽ തന്നെ. പഴീക്കൽ ബീച്ചുകൾ കണ്ടില്ലേ? പുതിയ ഹോട്ടലുകൾ തുടങ്ങിയിട്ട് ആ ഹോട്ടലുകളെ കേന്ദ്രീകരിച്ച് വൈകിട്ട് നൈറ്റ് ക്ലബ്ബുകളും നിശാ ക്ലബ്ബുകളും സംഘടിപ്പിക്കാൻ ഡിസ്കോ ബ്രേക്കുകൾ, DJ പാട്ടുകൾ ഇട്ടിരിക്കുകയാണ്. അടുത്തൊരു സഹോദരൻ പറഞ്ഞതാ. നഊദു ബില്ലാഹ്, അല്ലാഹു നമ്മളെ കാക്കട്ടെ. പറയാൻ പേടിയാണ് സത്യത്തിൽ. കാരണം പറയുമ്പോൾ അറിയാത്ത കൊമ്പ് കൂടി പോവാണ്. അതാണ് ഇപ്പോഴത്തെ കാലം. ആളുകൾ നന്നാവട്ടെ എന്ന് ഓർത്ത് പറയുമ്പോൾ, നല്ല ഉദ്ദേശത്തിൽ പറയുമ്പോൾ, അവിടെ എപ്പോൾ തുടങ്ങി സാർ നമ്മൾ അറിഞ്ഞില്ലല്ലോ, നാളെ തന്നെ അങ്ങോട്ട് പോയേക്കാം, നാളത്തെ വാതിന് നമ്മളില്ല, അസ്സലാമു അലൈക്കും. ഇതാണ് കൗമ്. പറയാൻ പേടിയാണ്. ചിലപ്പോൾ ഇപ്പോൾ ഓൺലൈനിൽ ഇരിക്കുന്നവർ ഇപ്പോഴേ പോയിട്ടുണ്ടാവും. അത് തീരുന്നതിനും അമ്മമാർ അവിടെ എത്തും, എവിടെയാണെന്ന് അറിയാൻ വേണ്ടി. അതാണ് നമ്മുടെ തലമുറ. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കണം. DJ പാട്ടുകളിട്ട് തുള്ളാണ്. അവിടെ തുള്ളുന്നതിന് നേതൃത്വം കൊടുക്കുന്നത് തലയിൽ തട്ടമിട്ട മുസ്ലിം താത്തമാർ. അവിടെയാണ് നമുക്ക് വിഷയം. അല്ലാതെ വല്ലവരും കൂടെ തുള്ളുന്നതിന് നമുക്ക് ഉപദേശിക്കാൻ തന്നെ അർഹതയുണ്ട്. അപ്പം അങ്ങനെയാണല്ലോ എല്ലാവരും പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ ദീൻ പറഞ്ഞാൽ മതിയെന്നാണ്. നമ്മൾ നമ്മുടെ ദീനുള്ളവരോടാണ് പറയുന്നത്, മുസ്ലിമീങ്ങളോടായി പറയുന്നത്. നിങ്ങളതിങ്ങനെ പോകരുത്, ശ്രദ്ധിക്കരുത്. അള്ളാഹു നമ്മളെ കാക്കുമാറാവും. അപ്പം അങ്ങനെയാണ് ഇത് പറയുമ്പോൾ ഇതിൻ്റെ മുറിക്ലിപ്പ് എടുത്തിട്ട് ഒരു ഭാഗത്തിരുന്നിട്ട് പറയും, ഞങ്ങൾ ഉപദേശിക്കാൻ നിങ്ങളാരും ചോദിക്കുന്ന കുറേ കൗമുണ്ട്. അവരോട് പറയാനുള്ളത് നിങ്ങളോടല്ല പറഞ്ഞത്, നിങ്ങൾ അങ്ങനെ തന്നെ പൊയ്ക്കോ, ഞങ്ങൾ മുസ്ലിമീങ്ങളോടായി പറഞ്ഞത്. മുസ്ലിമീങ്ങളിൽ പെട്ട ചില ആളുകാരുണ്ട്, നിങ്ങൾ ഞങ്ങളെ ഉപദേശിക്കണ്ട എന്ന് പറയുന്നത്. അങ്ങനെയുള്ള കാപട്യത്തിൻ്റെ മുഖത്ത് ആളുകളോടും പറയുന്നില്ല, നല്ല സുന്നികളായ ആളുകളോടാണ് ഈ പറയുന്നത്. എന്നെ മുന്നിലിരിക്കുന്ന ശ്രോതാക്കളോട് അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അങ്ങനെയാണല്ലോ ഇപ്പം എല്ലാത്തിനും വിമർശനം ഉന്നയിക്കുന്ന ആളുകളാണ്. നന്മ ഉപദേശിക്കുന്നത് ആർക്കും ഇഷ്ടമില്ല. ഇത് നബി തങ്ങൾ പറഞ്ഞതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവസാന കാലഘട്ടമാകുമ്പോ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നന്മ ഉപദേശിക്കുന്ന ആളുകൾ ഉണ്ടാവുകയില്ലത്രേ, തിന്മ വിരോധിക്കുന്ന ആളുകൾ ഉണ്ടാവുകയില്ല. സഹാബത്ത് ചോദിക്കുകയാണ്, അവകായിനുൻ യാ റസൂലല്ലാഹ്, അങ്ങനെയൊക്കെ ഉണ്ടാകുമോ റസൂലേ? അങ്ങനെ ഒരു കാലഘട്ടം വരുമോ ഹബീബേ? ആദരവായ പ്രവാചകനെ പറയുകയാണ്, തീർച്ചയായും ഉണ്ടാകും സ്വഹാബ. വല്ലദീ നഫ്സി ബിയദിഹി വഅശദ്ദു മിൻഹു സയഖൂൻ, അതിനേക്കാൾ വലുത് കാണും സ്വഹാബ, അതിനേക്കാൾ വലുത് കാണും സ്വഹാബ. സഹാബത്ത് ചോദിക്കുകയാണ്, വമാ അശദ്ദു മിൻഹു യാ റസൂലല്ലാഹ്, നന്മ ഉപദേശിക്കാതെ തിന്മയെ നയിക്കുന്നതായ ഒരു കാലഘട്ടത്തേക്കാൾ മോശമായ ഒരു കാലഘട്ടം ഏതാണ്? അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, നന്മ ഉപദേശിക്കുന്നവരെ തടയുന്നവരും തിന്മ ഉപദേശിക്കുന്നവരെ വാഴ്ത്തുന്ന കാലഘട്ടം കടന്നു വരുമത്രേ. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വരും. സ്വവർഗാനുരാഗികളെ എന്ന് ഭയങ്കര ഇഷ്ടമാണ് ആർക്ക്? മീഡിയക്കാർക്ക്. കൊണ്ടുവന്നിരുത്തിയിട്ട് നിങ്ങളുടെ ജീവിതചരിത്രമൊക്കെ ഒന്ന് പറഞ്ഞ് റാഹത്തായിട്ട് അവരുടെ കൈ മൈക്കൊക്കെ കൊടുത്ത് ഭയങ്കരമായിട്ട് അവരെ പ്രോത്സാഹിപ്പിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അല്ലെങ്കിൽ മാന്യമായി ജീവിതം നയിച്ചു പോകുന്ന ആളുകൾ അവരവരുടെ ശരീരപ്രകൃതിക്ക് ഭംഗം വരുത്തിയിട്ട് ശസ്ത്രക്രിയ ചെയ്ത് ട്രാൻസ്ജെൻഡേഴ്സ് ആക്കുന്നതിന് വേണ്ടി വലിയ പ്രലോഭനം കൊടുക്കുന്നതായ ഒരവസ്ഥ മീഡിയകൾ തന്നെ. അവരുടെ വാർത്തകൾ എപ്പോഴും മുഴപ്പിച്ചിങ്ങനെ കാണിക്കുക സമൂഹത്തിൽ. വേറെ എത്രയോ വാർത്തയുണ്ട് ഇവിടെ പെട്രോളിനും ഡീസലിനും വില കൂടിക്കൊണ്ടിരിക്കുന്നു, വർധന വന്നിച്ചിരിക്കുന്നു, കാണുന്ന എല്ലാ സാധനങ്ങൾക്കും വില കൂടുന്നു. ഇതൊന്നും ഇവിടെ ചർച്ചയില്ല. ചർച്ച എന്താ? രണ്ടുപേര്, അതിലൊരുത്തൻ എന്തായി? അവൻ ഗർഭം ധരിച്ചു, അച്ഛൻ ഗർഭിണിയായി. ഇതൊക്കെ ഇപ്പൊ സംഭവിച്ചപ്പോഴത്തെ ലേറ്റസ്റ്റ് ന്യൂസുകളാണ്. അതാണ് എല്ലാവരുടെ മുന്നിൽ കാണിക്കുന്നത്. അപ്പൊ എന്തായി? ഇവിടെ ലോകത്തുള്ള എല്ലാ അച്ഛന്മാർക്കും ഇനി മുതലൊരു താല്പര്യം പറഞ്ഞു, എന്ത്? ഗർഭിണിയാകാം. അതാ കളി. ന്യൂസ് ഇങ്ങനെ കൊടുത്തു ഒരു 10 കൊല്ലം കഴിയുമ്പോൾ പിന്നെ അച്ഛന്മാരെല്ലാം നല്ല റാഹത്തായിട്ട് വാതിലൊക്കെ വരുമ്പോൾ എല്ലാവരുടെയും വയറിങ്ങനെ വീർത്തിരിക്കുക. തന്നെ അത് ചെറിയ 2 പിള്ളേരുണ്ട് റാഹത്ത്. പെണ്ണുങ്ങളെല്ലാവരും പുറകെ ആണുങ്ങളുടെ ജോലി നോക്കുക, ആണുങ്ങളെല്ലാം പെണ്ണുങ്ങളുടെ ജോലി നോക്കുക. ലോകം പോയിക്കൊണ്ടിരിക്കുകയാണ്. ലോകാവസാനത്തിന് ഇതിനേക്കാൾ വലിയ അടയാളം ഇനി വല്ലതും ഉണ്ടോ? ഞാനിപ്പോൾ അതിലേക്ക് കിടക്കുന്നില്ല. ആയത്തും ഹദീസൊക്കെ പോയ സമയം പോകും. ലോകം മുഴുവനും ഇങ്ങനെ അശ്ലീലത വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊക്കെ പ്രലോഭിച്ചുകൊണ്ടിരിക്കുക. ഒരു സിനിമാ നടി അങ്ങോട്ട് പോയാൽ, അവളൊരു കുഞ്ഞിനെ പ്രസവിക്കാൻ തുനിഞ്ഞാൽ, അവൾ ഗർഭിണിയായാൽ, ഭർത്താവുമായിട്ട് എന്തെങ്കിലും ഒന്ന് ഉലാത്തിയാൽ അതെല്ലാം എടുത്ത് പോസ്റ്റ് ചെയ്യാം സോഷ്യൽ മീഡിയ. എല്ലാം കൊണ്ടുവന്നോണ്ടേ ന്യൂസുകാർ. ഏതാ ഈ ന്യൂസുകാർ? ഇവരുടെയൊക്കെ പേജ് ഓരോ പാവങ്ങളിൽ ലൈക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് നല്ല നല്ല ന്യൂസ് കിട്ടുമെന്ന് കരുതിയ ന്യൂസ് മുഴുവൻ വിഷയദാരിദ്ര്യം ഇതാ കൊടുക്കുന്ന മുഴുവൻ. പേർലി മാഞ്ഞിന് കുഞ്ഞിപ്പോൾ എവിടെയുണ്ട്? അതിപ്പോൾ ചർച്ച.
ആ കുഞ്ഞിനെന്താ പേര് എന്തായിട്ട്? അവ ഇതാ ലുലുമാളി വന്നിട്ടുണ്ട്, ദേ ഇറങ്ങാൻ പോകുന്നു. ഓ സാബാത്ത് ചെയ്യണം ഇനിയിപ്പോൾ. ഹണി റോസ് ദേ ഉദ്ഘാടനത്തിന് വന്നിട്ടുണ്ട്, ദേ പോകുന്നു, ദാ വരുന്നു, ദാ ചർച്ച. ചാനലുകളിൽ കൊടുക്കുന്ന ചർച്ചകളാണ് വിഷയദാരിദ്ര്യം. ഇതെല്ലാം സമൂഹം ഇങ്ങനെ ഡെയിലി കണ്ടുകൊണ്ടേയിരിക്കുക. ഇത് കാണുന്നവൻ്റെ മനസ്സിൻ്റെ അകത്തളത്തിലേക്ക് ചിന്ത വേറെ ഇട്ട് കൊടുത്തുകൊണ്ടേയിരിക്കുക. ഈ ചിത്രങ്ങളും ഈ സംഭവങ്ങളും കൂടുതലായി ദർശിക്കുമ്പോഴാണല്ലോ അതിലേക്ക് ആകർഷണത്വം ഉണ്ടാവുക. ആണ് നേരത്തെ ഖുർആൻ പറഞ്ഞതുപോലെ ഫാത്ബഅഹു ശൈത്വാനു, പിശാചിന്റെ ഒരു തുടർച്ച അവൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ ഇട്ടുകൊടുക്കാൻ. അള്ളാഹു നമ്മളെ കാക്കട്ടെ. കാണുന്നതും കേൾക്കുന്നതും ഒക്കെ അശ്ലീലത, തൊടുന്നതും അശ്ലീലത, നമ്മുടെ ജീവിതത്തിൽ മുഴുവനും കണ്ടുകൊണ്ടിരിക്കുന്നത് അതാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ.